ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് പച്ചക്കായും പച്ചപ്പയറും കൂടിയിട്ട് ഞാനൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനൊരു പടല കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായും എന്നല്ല, ഞങ്ങളുടെ അവിടെ ഏറാടൻ എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്ന് തൊലി ചീകിയിട്ട് ഞാൻ നാലായി പൊളിച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ പക്ഷേ ഞാൻ അരിയല്ല, കൈ കൊണ്ട് പൊട്ടിച്ചിടുക ചെയ്യാറ്. അപ്പോൾ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളത്തിൽ ഞാനൊന്ന് കുറച്ച് നേരം ഇട്ട് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് വാരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള വെള്ളവും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഒരു മൂടി കൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കായും പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. ഉപ്പില്ല വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടിയുണ്ട് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഊറ്റി എടുക്കാം. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് കാച്ചുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15ഓളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 10 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, പിന്നെ ഒരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും ചതച്ചിട്ട് എടുക്കാം. പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടാണ് കേട്ടോ മൂപ്പിക്കുന്നത്. അപ്പോൾ ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടാവുമ്പോൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക് പൊട്ടിച്ചിടാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും ഉള്ളി ചതച്ചതും നമ്മുടെ വറ്റൽമുളക് ഒരു 2 ടീസ്പൂണ് ചതച്ചതും കൂടിയിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കായും പയറും നമുക്ക് ഇതിലിട്ടിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളം കായും പയറും ഊറ്റിയെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ നനവുണ്ടാവും. അപ്പോൾ അതൊന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടപ്പത്ത് ഇടാം. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉള്ളി മുളകൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ കുറച്ച് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ, പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു രുചിയാണ് ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാൽ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കായം ഞാൻ അരിഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് കായയുടെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.